പാലക്കാട് വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിക്ക് നേർക്ക് ബോംബ് ഭീഷണി. ഇമെയിൽ സന്ദേശം വഴിയാണ് ബോംബ് ഭീഷണി എത്തിയത്. ഇമെയിൽ വഴി LTTയുടെയും ISIയുടെയും DMKയുടെയും പേരിലാണ് ഭീഷണി. ഓപ്പറേഷൻ സിന്ദൂറിനുള്ള മറുപടിയാണെന്നും 1:50 സ്ഫോടനമുണ്ടാകുമെന്നും ആളുകളെ മാറ്റണമെന്നുമാണ് സന്ദേശത്തിലുള്ളത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഒന്നിലധികം സംഘടനകളുടെ പേരിൽ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. എപ്പോഴാണ് ഈ ഭീഷണി സന്ദേശം വന്നത്? ഇവിടെ ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണോ, പരിശോധന നടത്തുകയാണോ? സജ്ജമായിട്ടുണ്ട്. സ്മൃതി, ഇന്ന് രാവിലെ 9:40 പാലക്കാട് വാണിയംകുളത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഇത്തരത്തിൽ ഈ ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. പാകിസ്ഥാൻ ISIയുടെയും LTTയുടെയും DMKയുടെയും എല്ലാം പേരിലാണ് ഇത്തരത്തിലൊരു സന്ദേശം വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:50 ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് സ്ഥാപനത്തിൽ സ്ഫോടനമുണ്ടാകുമെന്നും അതിനു മുമ്പായി അവിടെയുള്ള വിദ്യാർത്ഥികളെ മാറ്റണമെന്നുമുള്ള ഒരു ഭീഷണി സന്ദേശമാണ് ഇപ്പോൾ ഏതായാലും ഇമെയിൽ വഴി ഈ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിന് ലഭിച്ചിട്ടുള്ളത്. ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ പ്രിൻസിപ്പൽ പിന്നീട് ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. ഏതായാലും ഷൊർണൂർ DYSP അതുപോലെ തന്നെ മറ്റു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി പരിശോധനയും എല്ലാം ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. ഷൊർണൂരിൽ നിന്നും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഈ മേഖലയിലേക്ക് എത്തി പരിശോധന നടത്തുന്നു എന്നും മനസ്സിലാക്കുന്നു. ഏതായാലും വ്യാപകമായിട്ടുള്ള തിരച്ചിലും പരിശോധനയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. ഇന്ന് രാവിലെ 9:40 ഇത്തരത്തിൽ പാകിസ്ഥാൻ ISIയുടെയും അതുപോലെ തന്നെ LTTയുടെയും പേരിൽ ഈ സന്ദേശം വരുന്നു. DMKയുടെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടത്തും ഉച്ചയോടുകൂടി എന്നുള്ളതാണ് ഈ സന്ദേശത്തിൽ പറയുകയും ചെയ്യുന്നത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.